ഡെൽമ ഐലൻഡിലേക്കുള്ള ഫെറി ബുക്കിംഗ് എങ്ങനെ ചെയ്യാം? അത് ഈ കാണുന്ന വെബ്സൈറ്റ് അഡ്രസ്സിൽ പോയാൽ നമുക്ക് ഒരാൾക്ക് 20 ദിറംസും വാഹനത്തിന് 100 ദിറംസും വെച്ച് ബുക്ക് ചെയ്യാൻ കഴിയും. വൺ സൈഡ് ആണ്. പിന്നെ നമുക്ക് അടുത്തത് അറിയേണ്ടത് അവിടുത്തെ സ്റ്റേ ആണ്. അത് 2 റൂമിന്റെ 3 റൂംസിന്റെ ഒക്കെ വില്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ പറ്റിയ മജ്ലിസ് അവൈലബിൾ ആണ്. അതൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ അവിടെ എത്തി. ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു വെച്ച റൂമിൽ ടീമിന് ഫെറി മിസ്സായതുകൊണ്ട് അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വേറെ റൂമിലേക്ക് കുറച്ച് നേരത്തെ മാറി. പിന്നെ അതിന് ശേഷം നമ്മൾ പറഞ്ഞ റൂമിലേക്ക് വന്നു. നല്ല ടയർഡ് ആയതുകൊണ്ട് എല്ലാവരും കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ഭക്ഷണം കഴിച്ച് നേരെ ഇറങ്ങി. ഇനി അടുത്തത് ഡെൽമയിൽ നമുക്ക് എന്താണ് കാണാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ബീച്ചസ്, പിന്നെ ഒരു മ്യൂസിയം ഉണ്ട്. ഒരു പേരിന് നമ്മളവിടെ ഗ്രൂപ്പായിട്ട് പോയി ഗ്യാദർ ചെയ്യുന്നതും ആ ഒരു വൈബൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ടീമുമായിട്ട് സ്വിമ്മിങ്ങും ഫിഷിങ്ങും ക്യാമ്പിങ് ഗ്രില്ലിങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സെറ്റാക്കി പോവുക. അടിപൊളി ഒരു സൺസെറ്റ് വ്യൂ ആയിരുന്നു കേട്ടത്. ഇത് നമ്മൾ കണ്ടു നിന്ന് പോകും. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നു. ഞങ്ങൾ എന്നിട്ട് അപ്പുറത്ത് കുറേ ആൾക്കാർ എൻ്റെ ചെയ്ത് ക്യാമ്പൊക്കെ ചെയ്യുന്ന ഏരിയ ഉണ്ട്. കുറച്ചൊരു മണലാണ് എങ്കിലും അങ്ങോട്ട് അടിച്ചു കയറി വണ്ടി വിട്ടു. ഫുൾ ടീമുണ്ട്. ക്ലിയർ വാട്ടറാണ്. അങ്ങനെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. പക്ഷേ വണ്ടി പിന്നെ അവിടെ നിന്ന് എടുക്കണമല്ലോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ വണ്ടി കുടുങ്ങി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടീം വലിച്ചു കയറ്റി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം നമ്മളെ റൂമിലേക്ക് വന്നിട്ട് നമ്മൾ കാര്യമായിട്ടുള്ള ഗ്രില്ല് പരിപാടി തുടങ്ങി. ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അതൊക്കെ കഴിഞ്ഞ് ഒരു 10-12 മണി വരെ നമ്മുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ സൈഡായി. 4 ഫാമിലിയും കുട്ടികൾക്കൊക്കെ പറ്റിയ സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ രാവിലെ ആയി. നമ്മൾ വീണ്ടും നമ്മുടെ പരിപാടി തുടങ്ങി. ആകെ ഒരു കോപ്പറേറ്റീവാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പാല്, ഫ്രഷ് മിൽക്ക് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ചെറിയ ബക്കാലകളുണ്ട്, ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. രാവിലേക്ക് ഒരു 10 മണി കഴിഞ്ഞാലും നമുക്ക് ചൂടൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ എല്ലാം കണ്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തണുത്ത കാറ്റും നല്ല രസമായിട്ട് കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു ബ്ലൂ കളറിൽ നല്ല ഫ്രണ്ടിൽ നല്ല പരപ്പുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒക്കെ ഒരു ചെറിയൊരു കടൽ കുളിയൊക്കെ കുളിച്ചിട്ടൊക്കെ പോവാം. കടലിലെ ഓരത്തുനിന്ന് മീൻ പിടിക്കുന്ന കണ്ടു നിങ്ങള്. ഒരുപാട് മീനൊക്കെ കിട്ടാം. നമ്മൾ വെറുതെ ഇങ്ങനെ നിന്ന് കയ്യേറ്റ് എടുക്കാൻ പറ്റും. ആ രീതി ആരൊക്കെയോ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ട് അവർ ഉപയോഗിച്ച മീനൊക്കെ ഇട്ടതാണ് കേട്ടോ. അല്ലാതെ നമുക്ക് കിട്ടിയൊന്നുമില്ല. ഇവിടെ ഫിഷിങ് നല്ല ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും അറിയുന്നവർക്ക്. ഞങ്ങൾ പിന്നെ നേരെ ഹോട്ടലിൽ പോയി ഉച്ചഭക്ഷണം കഴിച്ച് നേരെ ഫെറിയിൽ 3:30 ഫെറി ആയിരുന്നു തിരിച്ചു വരാനുള്ളത്. അതിൽ കയറി ഒരു 6 മണിയോട് കൂടി നമ്മൾ ജബൽദാന പോർട്ടിലെത്തി. പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: റൗണ്ട് ട്രിപ്പ് ഫെറി തന്നെ എടുക്കുക. അതേപോലെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കരുതുക.